ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. അതിനായിട്ട് നമ്മൾ ഒരു 300 ഗ്രാം പരിപ്പെടുത്ത് നന്നായി വറുത്തെടുക്കുക. അതിനുശേഷം ശർക്കര പാനി ഉണ്ടാക്കുക. ഗോൾഡൻ കളറിൽ പരിപ്പ് വറവായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി കഴുകി വൃത്തിയാക്കുക. നന്നായി കഴുകി അതിൽ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവാൻ വേണ്ടി നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പരിപ്പ് ഏകദേശം ഒരു 4-5 വിസിലടിച്ചാലാണ് പരിപ്പ് നന്നായി വെന്ത് കിട്ടുക. അതിനുശേഷം നമ്മൾ നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടി തേങ്ങാക്കൊത്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കണം. അതിനായി തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ തേങ്ങാക്കൊത്തും എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുറേശ്ശെ ജാറിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നന്നായി പാല് പിഴിഞ്ഞെടുക്കുക. ഫസ്റ്റ് പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഫസ്റ്റ് പാല് നന്നായി എടുത്ത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. തേങ്ങാപ്പീര ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതാണ് ഒന്നാം പാല്. നമ്മളെ കുക്കർ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാം പാലെടുത്ത് അതിലേക്ക് നമ്മുടെ ശർക്കരാപ്പാനി ഒഴിച്ച് ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക. കുറച്ച് ഏലക്കായയുടെ പൊടി പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നു. അത് ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മധുരം പാകമാണോ എന്ന് നമ്മൾ നോക്കണം. ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇവ നന്നായി നെയ്യിൽ വറുത്ത് കോരിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്ത് കോരിയെടുക്കുക. അണ്ടിപ്പരിപ്പും വറുക്കുക. എല്ലാതും വറുത്ത് മാറ്റി വെക്കുക. പിന്നെ നാളികേരക്കൊത്ത് വറുത്ത് അതും ഗോൾഡൻ കളറായിട്ട് ആവുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം പായസം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പായസത്തിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാലൊഴിച്ച് അത് അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ തൂവി കൊടുക്കുക. അതിനുശേഷം അധികം തള വരാതെ നമ്മൾ പായസം മാറ്റി വെക്കണം. കുറച്ച് നല്ല